കണ്ടോ യെസ് യെസ്, ഇതാണ് ഡ്രോൺ ഫുഡ് ഡെലിവറി. അതായത് ഡ്രോണ് നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ എന്താ പറയാ ഊബറിലൊക്കെ ഡെലിവറി കിട്ടിയ പോലെ പകരം ആളൊന്നും കൊണ്ടു തരൂല, ഡ്രോണ് വരുന്നത് തന്നെ നമുക്ക് കാണാം ഫുഡായിട്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ലാൻഡിംഗ് ആണ് കോളിൻ, നമ്മളെ ഫുഡിന്റെ ലാൻഡിംഗ് ആണ് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ഒരു മലയാളി ഫസ്റ്റ് ആയിരിക്കോ ചൈനയില്? ചിലപ്പോ. അങ്ങനെ പാർക്കിലിരുന്ന് നമ്മള് എടുക്കാന് ഡെലിവറി എടുക്കാന്. ഹായ്, നമസ്കാരം. എന്താ വിശേഷം? സുഖല്ലേ? നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ അറിയാം എവിടെയാണെന്നുള്ളത് അല്ലേ. ഞാൻ ചൈനയില് ഷെൻസനിലാണ്. അപ്പൊ ഇന്ന് നമ്മളിവിടെ ന്യൂ ഇയർ ഒക്കെ ആണ്. ഇവിടുത്തെ കുറെ ദിവസങ്ങള് അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ഡെക്കറേഷൻസ്, അടിപൊളി കാഴ്ചകള്, പുതിയ ടെക്നോളജികള്, എന്തൊക്കെയാണ് നമ്മൾ ചൈനന്റെ പുതിയ സിസ്റ്റം, എത്ര പെട്ടെന്ന് അപ്ഡേഷൻസ് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാഴ്ചയിലേക്കാട്ടോ. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ചൈനീസ് ന്യൂ ഇയർ പ്രമാണിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് കേട്ടോ. ഫ്ലവറൊക്കെ വെച്ചിട്ടൊക്കെ ഒറിജിനൽ ഫ്ലവറാണ് കേട്ടോ. ഇതാണ് ഇവരെ ലോഗോന്റെ അത്. എന്തായി കോളിനെ മാപ്പ് ലൊക്കേഷൻ ആയോ? നമ്മള് ലൊക്കേഷൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആണല്ലേ. ഇത് കണ്ടെങ്കിൽ മരങ്ങളിലുള്ള ഡെക്കറേഷൻ കണ്ടെങ്കിൽ ഇത് സിറ്റിന്റെ അകത്താട്ടോ. നമ്മളേതോ ഒരു കാട്ടില് ടൂറിസ്റ്റ് പ്ലേസ് പോയ ലുക്കിലല്ലേ. എങ്ങനെ ആയാലും വരെ അടിപൊളി. മരങ്ങൾ തന്നെ സ്പെഷ്യലാണ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഇന്ന് വന്നത്. ഇവിടെ കുറെ പുതിയ കാഴ്ചകൾ, ടെക്നോളജീന്റെ കാഴ്ചകൾ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവരും സ്കിപ്പ് ആവാതെ കാണുക. ഏറ്റവും പുതിയ ചൈനന്റെ അപ്ഡേഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമ്മൾ ഇന്ന് എങ്ങോട്ടേക്കാ പോകുന്നത്? ഇന്നിപ്പോ നമ്മൾ ഡ്രോൺ ഡെലിവറി നമ്മളെ വീഡിയോയിൽ വന്നിട്ടുണ്ടോ? ആദ്യമായിട്ടാണ്. പക്ഷെ നമ്മളെ ആളെന്നെ കേട്ടോ. ഒരിക്കൽ കാണിച്ചിട്ടുണ്ടോ എനിക്കൊരു സംശയം ഉണ്ട്. പറയുമ്പോൾ അതെ, നമുക്ക് ഇന്ന് ഫുഡ് ഡെലിവറി, അതായത് നമ്മൾ ചൈനയിൽ ഇത് കാണപ്പെടുന്നത് പാർക്കുകളാണ്. ഇത് ഡെലിവറി, ഡ്രോൺ ഡെലിവറി. നിങ്ങൾ വീഡിയോയിലൊക്കെ കേട്ടിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ ദുബായിൽ തുടങ്ങാൻ പോകുന്നുണ്ട് ഓൾറെഡി. ഇതൊക്കെ സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ചൈന ഒരു 5-6 മാസമായിട്ടോ തുടങ്ങിയിട്ട്. അപ്പൊ നമ്മളിന്ന് അങ്ങോട്ടേക്കൊന്ന് വീഡിയോ എടുക്കാൻ പോവാണ്. അതിന്റെ കാഴ്ചകൾ, അതായത് ഡ്രോണ് നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ എന്താ പറയാ ഊബറിലൊക്കെ ഡെലിവറി കിട്ടിയ പോലെ പകരം ആളൊന്നും കൊണ്ടു തരൂല, ഡ്രോണ് വരുന്നത് തന്നെ നമുക്ക് കാണാം ഫുഡായിട്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു കാഴ്ചയിലേക്ക്. പിന്നെന്താ നമ്മൾ അടുത്ത പ്ലാൻ ടാക്സി നടക്കോ? ടാക്സി നമുക്ക് നോക്കാം. അതും സെൻസറിലുണ്ട്. അതെ. അപ്പൊ ഇവിടുത്തെ കുറച്ച് പുതിയ ടെക്നോളജി ലോകത്ത് എവിടെ ഇല്ലാത്ത, അതെന്തൊക്കെയാന്ന് നിങ്ങൾ വീഡിയോയിലും പല ഇതിലും അറിഞ്ഞിട്ടുണ്ടാവും. അത് ഒറിജിനലായിട്ട് അനുഭവിക്കാനും നിങ്ങളെ കാണിക്കാനും കൂടിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ആ കാഴ്ചയിലേക്ക് അവിടെ പോവല്ലേ. ഇത് വലിയൊരു പാർക്കാട്ടോ. ഷെൻസനെ സംബന്ധിച്ചിടത്തോളം ചൈനയില് കുറെ പാർക്കുകളുള്ള സ്ഥലം അല്ലേ. ഷെൻസനില് ഏകദേശം 300 ചില്ലുവാനം പാർക്കുകൾ. അത് ഇത് എല്ലാവർക്കും വേണ്ടി, സൗകര്യത്തിന് വേണ്ടി അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇതാണ്. അങ്ങനെ നമ്മള് പാർക്കിന്റെ മറ്റൊരു സൈഡിലേക്കാണ് പോകുന്നത്. ഇവിടെയാണ് ഫുഡ് ഡെലിവറിന്റെ സ്ഥലം കേട്ടോ. ഇതെല്ലാ സ്ഥലത്തേക്കും വ്യാപിപ്പിക്കാൻ പോകുന്നുണ്ട്. ഇവിടെ ഒരു ടെസ്റ്റിൽ നടക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഒരു 5-6 മാസമായിട്ട് നടക്കുന്നതാണ്. ഇതിപ്പോ ന്യൂ ഇയർ ആയിട്ട് ഇവർ കണ്ടോ ഒരു ഫുൾ ഡെക്കറേഷനാണ്. ആ മരം മൊത്തട്ടോ, ഗേറ്റ്, ഇതൊക്കെ എല്ലാ ടൈമിനും ഇവർ മാറ്റിക്കൊണ്ടേയിരിക്കും. അതെ. ഇതുവരെ ചൈനീസിൽ ഇതിന്റെ അപ്പൊ പാർക്കിലേക്ക് കയറി വരുമ്പോൾ തന്നെയുള്ള ഒരു സൗകര്യം കണ്ടങ്ങള്. ഇഷ്ടംപോലെ കുട്ടികളെയൊക്കെ ആയിട്ട് ഈ ഫാമിലി അറ്റാച്ച്മെന്റ് ഭയങ്കര കൂടുതലാണ് ഇപ്പൊ ചൈനയിൽ. ഇവിടെ പട്ടം പറപ്പിക്കുന്നൊക്കെ ഉണ്ട് കുട്ടികൾ. പുതിയ ചെറിയ കുട്ടികളുള്ള ആൾക്കാർ എന്തായാലും ഫുൾ ടൈം പാർക്കും കാര്യങ്ങളാണ് കേട്ടോ. അവര് ആ കുട്ടികളെ ശ്രദ്ധിച്ചും കൊണ്ടുള്ള ജീവിതമാണ് ഇന്ന് ഈ കാലങ്ങളിൽ ചൈനയിൽ നടക്കുന്നത്. കുട്ടികൾക്ക് ഭയങ്കര പ്രാധാന്യമാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ, ഇനി വരുന്ന കാലഘട്ടത്തിൽ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അസറ്റാണ്. അപ്പൊ ഇതാണ് നമ്മളെ കൗണ്ടർ കേട്ടോ. ഇതാണ് ഇവിടെ ഡെലിവറി വരുന്ന സ്ഥലമാണ്. ഇതാണ് വരുന്ന രീതി കേട്ടോ. എങ്ങനെയാണ് ഡ്രോണിൽ വരിക. ഇതിന്റെ റേറ്റ് 250 ഗ്രാം 18,800 99 2980 പാക്കറ്റുകളൊക്കെ ഉണ്ട്. ഇത് മുകളിൽ വന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഇതിൽ നിന്നും ഡെലിവറി എടുക്കട്ടോ ചെയ്യാം, നമ്മളെ കോഡ് അടിച്ചിട്ട്.
അപ്പൊ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മള് ഇതില് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. ഇത്രയും ഐറ്റംസുകൾ ഉണ്ടാവില്ലേ, എല്ലാം ഇതൊക്കെ ഈ കാണിക്കുന്നതല്ല. അത്രേ ഉള്ളൂ, അതല്ലാത്തതും ഇല്ല. ഇപ്പൊ സ്കാനിങ് വന്ന് നോക്കുമ്പോ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെ അതെ അതെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിന്റെ ബാഗ് അതിന്റെ അകത്തേക്ക് ഇടുന്ന സംഭവം കേട്ടോ, കണ്ടോ, അത് വരുന്ന ബാഗ് ഇടുന്നതാണ്. ഇതൊക്കെ ഞാൻ മുൻകൂട്ടി കാണിക്കാണ്. അപ്പൊ നമ്മൾ ഓർഡർ ചെയ്യുന്നുണ്ടോ? ആ, ഇവിടെ ഇപ്പൊ ഓർഡർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നമുക്ക് വരുന്നൊക്കെ കാണാട്ടോ. ഇതില് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ബർഗറൊക്കെ നമുക്ക് 24 RMB അല്ലേ, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. 351 ഇവിടെ കുറെ ആൾക്കാർ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഓർഡർ ആയി കഴിഞ്ഞോ? അപ്പൊ നമ്മൾ ഓർഡർ എടുത്തു കഴിഞ്ഞു. എന്തൊക്കെയാണ് ഓർഡർ ചെയ്ത്? കണ്ടോ, അതെ, നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതെ, KFC ആണ് അല്ലേ? അതെ, KFC ആണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെയുള്ള ആൾക്കാർ ഓർഡർ ചെയ്തിട്ട് കാത്തിരിക്കാട്ടോ. ഡ്രോൺ അവിടുന്ന് പുറപ്പെടുമ്പോ നമുക്ക് ഇതിൽ അറിയാൻ കഴിയും. അറിയാൻ പറ്റും. ഈ സാധനം വന്നു കഴിഞ്ഞാൽ ഓൾറെഡി അത് ഡ്രോൺ എടുത്തിട്ടുണ്ട്. ഇവിടെ ആകുമ്പോഴത്തേക്കും ഇത് ഡെലിവറി ആയിട്ടുണ്ട്. അതായത് നമ്മൾ ഇവിടെയാണോ നമ്മൾ നിൽക്കുന്നത്, ഇവിടെ നിന്നാണ് വരുന്നത്. നമ്മൾ നോക്കി കഴിഞ്ഞാൽ KFC ആണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. എത്ര ലൊക്കേഷനിലേക്ക് ഉണ്ട് ഇങ്ങനത്തെ ഇത്? ഇതിപ്പോ എല്ലാ പാർക്കും മിക്ക നല്ല വലിയ പാർക്കുകൾ, കാരണം സ്പേസ് ആണ് വേണ്ടത്. ഡ്രോൺ വരുന്നതുകൊണ്ട് ഡ്രോൺ ബുദ്ധിമുട്ടില്ലാതെ ലാൻഡ് ചെയ്യാനുള്ള വേണ്ടിയിട്ട് മിക്ക പാർക്കുകളിലാണ് ഇപ്പൊ ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതെ അതെ. അല്ലാതെ നമുക്ക് ഹോം ഡെലിവറി എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോ ഇനി ഫ്യൂച്ചറിൽ വരാം. അതെ, അത് അതിലും വലിയ ഫ്ലാറ്റ് ഒക്കെ ആണെങ്കിൽ അതിലൊരു ഹബ് ഉണ്ടാവും. ആ ഹബിൽ വന്നാൽ നമ്മൾ കണക്ട് ചെയ്യാന്നായിരിക്കും. ഡോർ ഡെലിവറിയിലേക്കാണ് ഇതിന്റെ ഒരു വെച്ച്. അത് റോബോട്ടിലൂടെയാണ് ഇനി വരിക. പലതും നമുക്ക് ഇനി നമ്മള് കാണാൻ കിടക്കുന്നു, പ്രത്യേകിച്ച് ചൈനന്ന്. അപ്പൊ ഇതൊക്കെ ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ, ഏതൊക്കെ ഫുഡ് ഉണ്ടെന്ന്. ഇനി ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുള്ള കുറേ ഇതുണ്ട്. ഇതാണ് ഇതിന്റെ കൺട്രോളിംഗ് പോയിന്റ് ഉണ്ട് കേട്ടോ. ശരിക്കും ലാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഇത് കൺട്രോൾ ചെയ്യുന്ന പോയിന്റ് ഇതായിരിക്കും. കാരണം ഇതാണ് നമ്മൾ അതിൽ വ്യത്യസ്തമായിട്ട് കാണുന്നത്. നമ്മൾ എയർപോർട്ടിലൊക്കെ കാണുന്നത് പോലെ റഡാർ സിസ്റ്റം ആയിട്ടാണെന്നാണ് തോന്നുന്നത്. ഇതിന്റെ ടെക്നോളജി നോക്കി പറയാൻ കഴിയണം. അപ്പൊ ഇത്രയും സൗകര്യങ്ങളുള്ളൂ കേട്ടോ. ഇതിന്റെ അകത്തേക്കാണ് സംഗതികൾ ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ ലാൻഡിംഗ് ആണ്. കോളിൻ, നമ്മളെ ഫുഡിന്റെ ലാൻഡിംഗ് ആണ് കേട്ടോ. അപ്പം ലാൻഡ് ചെയ്തു. ആ ഫുഡിന്റെ അത് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് നേരെ താഴത്തെ അതിന്റെ ബോക്സിലേക്ക് വരും കേട്ടോ. ഫുഡ് അതിലേക്ക് ഇറങ്ങി. കുട്ടികളൊക്കെ പോയി നോക്കുന്നു. ഇതിന് പിൻകോഡ് ഉണ്ടാവും കേട്ടോ. അപ്പൊ അത് രണ്ടാമതും അതാ അത് പുറപ്പെട്ടു. തിരിച്ച് പുറപ്പെട്ടു. നമുക്ക് അതിന്റെ പിൻകോഡ് വരും. പിന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതില് ഇതിന്റെ കോഡ് വന്നു. ഇതിന്റെ കോഡ് വന്നു കഴിഞ്ഞു. ഇനി നമ്മളിത് എത്ര നമ്പർ? 8752 അരുണേ, നമ്മൾ 8752 ഇതാ അടിക്കുന്നു. അങ്ങനെ പാർക്കിലിരുന്ന് നമ്മള് എടുക്കാണ്, ഡെലിവറി എടുക്കാണ്. ഇനി ഇതിന്റെ ബോക്സ് നമ്മൾ അയച്ചിട്ട് ഇതിലിട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ ഇതിന്റെ അൺബോക്സ് ചെയ്യുന്നത് ആരാണ്? കോളിനാണ്. കോളിൻ അങ്ങനെ ഫസ്റ്റ് ഒരു മലയാളി ഫസ്റ്റ് ആയിരിക്കോ ചൈനയില്? ചിലപ്പോ ആയിരിക്കും. ആ ബോക്സിനെ നമ്മള് അങ്ങനെ ഇതാക്കണം, കിടത്തണം. അത് ഇതിന്റെ അകത്തേക്ക് ഇടുന്നു. ഇതാണ് നമ്മളെ ഫുഡ് വന്നത്. കണ്ടില്ല, ഡെങ്കും ഫുഡും എല്ലാം വന്നു. അപ്പൊ ഇനി നമ്മൾ അടിച്ചു മാറാൻ പോവാണ്. KFCന്റെ ഇതുണ്ടെങ്കിൽ ഇതിന്റെ ബില്ല് ഒക്കെ കണ്ടോ. ഇങ്ങനെയാണ് നമ്മളെ ഫുഡ് ഡെലിവറി വരുന്നത് കേട്ടോ.
അപ്പൊ നമ്മള് ചൈനയിലെ ഷെൻസനിലെ പുതിയൊരു അപ്ഡേഷൻ ഇപ്പം നമ്മൾ കണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് കാണിച്ചത് പ്രകാരം നമ്മള് ഫുഡ് എടുത്തിട്ടുണ്ട്, ഫുഡ് ഇതാ വന്നിട്ടുണ്ട്. ഇതില് നമ്മൾ ഒരു ചൈനക്കാരുടെ സപ്പോർട്ടോ കാര്യവും ഇല്ലാതെ അതിന്റെ ആപ്പിൽ തന്നെ നമ്മൾ സ്കാൻ ചെയ്തിട്ടാണ് ഓർഡർ ചെയ്തിട്ടോ. 109 RMB ആയിട്ടുണ്ട്. ശരിക്കും നമ്മൾ പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 80 RMBയോളം നമുക്ക് വരും. അപ്പൊ ഡെലിവറി വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട്, വളരെ സിമ്പിൾ ആണ്. ഇതിനി ഇവിടെ ചൈനയിൽ മൊത്തം ഇത് വരാൻ പോവാണ്. അപ്പം എങ്ങനെയുണ്ട് ചൈനയുടെ വളർച്ച? ഇനി അടുത്തൊരു ടെക്നോളജിയിലേക്ക് നമുക്ക് പോവാം. ഞാനിതൊന്ന് അടിച്ചു പൊളിച്ച് കഴിക്കട്ടെ കേട്ടോ. ഇതിന്റെ ശരിക്കും കൺട്രോൾ പോയിന്റ് ഇതാണ് കേട്ടോ. ഇതാണ് നമ്മളെ ഫ്ലൈറ്റിന്റെ ലാൻഡിങ്ങിന് വലിയ റഡാർ കൊടുക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെത്. അങ്ങനെ ഡ്രോണ് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാ അടിയിലുള്ളത് ഫുഡാണ് കേട്ടോ. അതിന്റെ അടിയിലുള്ളത് ഫുഡാണ്. നേരെ അതിന്റെ മുകളിൽ വന്ന് നിന്ന് താഴ്ന്നുണ്ടോ. കണ്ടോ. യെസ് ഇതാണ് ഡ്രോൺ ഫുഡ് ഡെലിവറി. ഇപ്പൊ നമ്മൾ ചൈനയിൽ മാത്രം കാണുന്നത്. ഇനി ദുബായിലൊക്കെ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ചൈനയിൽ ഇത് ഫുള്ളായി കഴിഞ്ഞിട്ടോ. ഇതാ ഡ്രോൺ മുകളില്. ഇനി ഇതാണ് കേട്ടോ ഡ്രോൺ. അതാ ഫുഡ് അതിൽ നിന്ന് പിക്കപ്പ് ഇപ്പാവും. അതാ ഡൗണായി. ഇവര് പാസ്വേഡ് അടിച്ചിട്ടോ. അപ്പൊ ഇവർക്ക് പാസ്വേഡ് വരും. ബൈ. ഇവിടെ ആൾക്കാർ കൂടുതൽ കാണാനൊക്കെ വരുന്നുണ്ട് കേട്ടോ. ചൈനയിലും പുതിയ തന്നെയാണിത്. ഡെലിവറി എടുക്കുന്ന സമയത്തൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ കാണാൻ വരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ആ ഫുഡ് എടുത്തു. അപ്പൊ നമ്മളെടുത്ത പോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ ഓർഡർ കുറെ ആൾക്കാർ കൊടുത്തിട്ടുണ്ടാവും. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. കുറച്ചുകൂടി അടിപൊളി കവറല്ലേ കോളിനെ. ഈ KFCക്ക് ഇത്ര രസമുള്ള കവർ ഉണ്ടായില്ല. അതെ. ആ ഓറഞ്ച് ജ്യൂസും കോളയും എല്ലാം കൂടി വരുമ്പം വലിയ വ്യത്യാസമൊന്നും വരാനില്ല അല്ലേ? അതെ. അങ്ങനെ നമ്മള് അൺബോക്സ് ചെയ്യാണ് നമ്മളെ ഫുഡിന്റെ. ഡിഫറെന്റ് ടൈപ്പാണ്. കേടാവാത്ത ബാഗാണ്. അടിപൊളി ബാഗ് കേട്ടോ. ഈ ബാഗ് തിരിച്ചു കൊടുക്കണ്ടല്ലോ. ബർഗർ ഇതാണോ ബർഗർ? ബർഗർ ഉണ്ട്, പോപ്കോൺ ഉണ്ട്, വിങ്സ് ഉണ്ട്. എന്താ വേണ്ടേ? എല്ലാം ഉണ്ടല്ലോ. ജ്യൂസ് ഉണ്ട്. എല്ലാം അടിപൊളി ബോക്സ് കേട്ടോ KFCന്റെ. ഇനി കഴിക്കാം നമുക്ക്. അതെ നല്ല വിശപ്പുണ്ട്. അരുൺ ഉഷാർ തന്നെയല്ലേ? ഇതിന്റെ അകത്ത് കുറെ ടിഷ്യൂസും പിന്നെ ചിപ്സും ഒക്കെ ഉണ്ട് കേട്ടോ. എല്ലാ സാധനവും ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മളെ ചൈനയിലെ നമ്മളെ ഡ്രോൺ ഫുഡ് ഡെലിവറി. പാർക്കിൽ ഇരുന്നിട്ട് സൗകര്യം പോലെ കഴിക്കാം, ഇഷ്ടപ്പെട്ട് കഴിക്കാം. അപ്പൊ അരുൺ എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. നമ്മുടെ ഫുഡൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചു. ചൈനയിലെ ഓരോരോ മാറ്റങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവര് പിന്നെ സ്ഥിരം ഇവിടെ ഉള്ള ആൾക്കാരാട്ടോ. ഇവിടെ ഉള്ള ആൾക്കാരാണ്. അതെ. ഇവര് ഇനി പലതും ഇത് വേസ്റ്റ് നമ്മ കൊണ്ടുപോയി കളയാനുള്ളതാണ്. ഇവരിനി പല അപ്ഡേഷനും കാണാൻ കിടക്കുന്നില്ലേ? അതെ. ഇതിപ്പോ നിങ്ങൾ ഫസ്റ്റ് ടൈം അല്ലേ ഇത് ഇറങ്ങിയിട്ടില്ലല്ലോ? എത്രയോ പ്രാവശ്യം നമ്മൾ ചെയ്തു. അതുകൊണ്ടല്ലേ ഞാൻ സ്വന്തമായിട്ട് ചെയ്തത്. ആണോ? നിസാരം. വേസ്റ്റിന് ഇവിടെ ഇതുണ്ട് കേട്ടോ, സൗകര്യങ്ങളുണ്ട്. അതിലേക്ക് നമ്മള് വേസ്റ്റ് ഇടുക കഴിഞ്ഞു. അതിങ്ങനെ ആളപ്പം തന്നെ വന്ന് എടുത്തു പോകും.